സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷനാണ് ഡിസൈൻ ഓഫ് ഓട്ടോമോട്ടീവ് കമ്പോണൻസിൻ്റെ 7 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസൈൻ ഓഫ് ഓട്ടോമോട്ടീവ് കമ്പോണൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് കുറേ പ്രോബ്ലംസ്, കുറേ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തിയറി ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. ഈ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഇക്വേഷൻസ് കാണാപ്പാടം പഠിക്കാനുണ്ടാവും. ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുകയും അതിനോടൊപ്പം എന്ത് വേണം, നമ്മൾ ആ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, കാൽക്കുലേറ്ററിൽ അടിക്കുക, അതിൻ്റെ ആൻസർ ചെയ്ത്. അത്രയേ ഉള്ളൂ. ഡിസൈൻ സിമ്പിളാണ്, ആരും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇക്വേഷൻസ് എല്ലാവരും ബൈ ഹാർട്ടാക്കി പോവുക, അതുപോലെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് കൈനമാറ്റിക് ചെയിൻ. കൈനമാറ്റിക് ചെയിനിൻ്റെ ടൈപ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 4 ബാർ ചെയിൻ കൊടുത്തിട്ടുണ്ട്. 4 ബാർ ചെയിനിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, 4 ബാർ ചെയിനിൻ്റെ ഒരു ലിങ്ക് 1 ഉണ്ട്, ലിങ്ക് 2 ഉണ്ട്, ലിങ്ക് 3 ഉണ്ട്, ലിങ്ക് 4 ഉണ്ട്. അപ്പോൾ 4 ലിങ്ക് ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ 4 ജോയിൻ്റ് ഉണ്ട്, ABCD. മോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 4 ബാർ ചെയിൻ ഉപയോഗിക്കുന്നത്. 4 റിജിഡ് ലിങ്ക് ഉണ്ട്, കോർഡിലേറ്റർ ബൈ എ 4 പിൻ ജോയിൻറ്റ്, 4 ജോയിൻ്റ് ഉണ്ട്. ഈ ലിങ്ക് 1 എന്തായിരിക്കും, എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ലിങ്ക് 1 എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. മറ്റ് അതർ ലിങ്കൊക്കെ എന്തായിരിക്കും, മോഷൻ, ചലനം ഉണ്ടായിരിക്കും. അതർ ലിങ്ക്സിനൊക്കെ എന്തുണ്ടാവും, ഒരു മോഷൻ ഉണ്ടായിരിക്കും. അതാണ് ഈ 4 ബാർ ചെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. അതിൻ്റെ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എത്ര ലിങ്ക് ഉണ്ട്, ഒരു ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4, 4 ലിങ്ക് ഉണ്ട്. എ സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ ഇസ് എ മോഡിഫിക്കേഷൻ ഓഫ് ദി 4 ബേസിക് 4 ചെയിൻ. അതിൻ്റെ നമ്മുടെ 4 ബാർ ചെയിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഇത് സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ. ഒരു സ്ലൈഡിങ് പെയർ ആൻഡ് 3 ടേണിംഗ് പെയർ. ഈ കാണുന്നത് എന്താണ്, സ്ലൈഡിങ് പെയറാണ്. ഇത് മേലോട്ട് അടിയിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ 3 ടേണിംഗ് പെയർ ഉണ്ടായിരിക്കും. പണ്ടത്തെ സ്റ്റീം എഞ്ചിനിലൊക്കെയാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. യൂസ് ചെയ്തിരുന്നു. ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4, 3 ടേണിംഗ് പെയർസ് ആൻഡ് ലിങ്ക് 4 ആൻഡ് 1 ഈസ്. അപ്പോൾ ലിങ്ക് 1ഉം 2ഉം അതുപോലെ 2ഉം 3ഉം അതുപോലെ 3ഉം 4 എല്ലാം ഒരു ടേണിംഗ് പെയറാണ്. 4ഉം 1ഉം എന്താണ്, സ്ലൈഡിങ് പെയറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് വായിച്ചിട്ടുള്ളത്. ഇനി അടുത്ത, ഡിസ്കസ് ദി ജനറൽ പ്രൊസീജിയർ ഫോർ ഡിസൈൻ. ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസൈൻ പ്രൊസീജിയർ. ജസ്റ്റ് ഞാൻ 7 പോയിൻ്റ് എഴുതിയിട്ടുള്ളൂ. പക്ഷേ 7 പോയിൻ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളെന്ത് ചെയ്യണം, കുറച്ച് വിവരിച്ച് കാര്യങ്ങൾ കാണാം എക്സാം എഴുതാൻ. ഫസ്റ്റ് എന്താണ്, സ്പെസിഫൈ ദ പ്രോബ്ലം. നിങ്ങളൊരു ഡിസൈൻ എഞ്ചിനീയറാണ്, നിങ്ങൾക്കൊരു ജോലി കിട്ടി, ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടൊരു ജോലി കിട്ടി. നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനൊരു കമ്പോണൻറ്റ്, ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിങ്ങളോട് പറയുകയാണ്, നീ ഒരു ആക്സിൽ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ നീ ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ HR നിങ്ങളോട് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് വേണം, സ്പെസിഫൈ ദ പ്രോബ്ലം. നിങ്ങൾ എന്താണോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതൊന്ന് ആദ്യം ചെയ്യണം, ഒന്ന് സ്പെസിഫൈ ചെയ്യണം. ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്രാങ്ക് ഷാഫ്റ്റാണ്, ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക്സാണ്, അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു ആക്സിലാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തേത് സെലക്ഷൻ ഓഫ് പ്രോപ്പർ മെക്കാനിസം. ഒരു പ്രോപ്പർ മെക്കാനിസം നിങ്ങൾ സെലക്ട് ചെയ്യണം. സപ്പോസ് നിങ്ങളുടെ മാനേജർ പറയുകയാണെന്ത്, നീ ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഡിസൈൻ ചെയ്യണം. അപ്പോൾ നീ എന്ത് ചെയ്യണം, ആ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഏത് മെക്കാനിസം നീ ചൂസ് ചെയ്യണം. റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വേണം, വേമ റോളർ വേണം, അതുപോലെ റാക്ക് ആൻഡ് പിനിയൻ, വേമ റോളർ, അതുപോലെ പവർ സ്റ്റിയറിംഗ് വേണം. അങ്ങനെ ഏത് സ്റ്റിയറിംഗ് വേണം എന്നുള്ള കാര്യങ്ങൾ, അതിൽ ഏത് മെക്കാനിസം വഴി വർക്ക് ചെയ്യുന്ന സ്റ്റിയറിംഗ് വേണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുന്നത് നമ്മളെ ഡിസൈൻ ചെയ്യുക. അതാണ് സെലക്ഷൻ ഓഫ് പ്രോപ്പർ മെക്കാനിസം എന്ന് പറയുന്നത്. അനാലിസിസ് ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിലോട്ട് വരുന്ന, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത മെക്കാനിസത്തിലോട്ട് വരുന്ന ഫോഴ്സസൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് അനലൈസ് ചെയ്യുക. ഇപ്പോൾ ആ മെക്കാനിസത്തിലോട്ട് എത്ര ഫോഴ്സുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ആക്സിലാണ്, അതിലോട്ട് എത്ര ഫോഴ്സുകൾ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം. അങ്ങനെ ഫോഴ്സ് അനലൈസ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം, സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണ് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, ഒന്ന് ചൂസ് ചെയ്യണം. ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കണം. ഇപ്പോൾ ഒരു ആക്സിലാണ്, ആക്സിലിൽ 50 Nm² വരെ ലോഡിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് എന്ത് ചെയ്യാണ്, അതിൽ വരുന്ന ലോഡ് ഓൾറെഡി 50 ലോഡ് വരുന്നുണ്ട്. നിങ്ങൾ ഡിസൈൻ ചെയ്ത 50 Nm² ലോഡാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്താ പോയിക്കുക, 50 മേലെ വന്നാൽ പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്താൽ എന്ത് ചെയ്യണം, ഒന്ന് 60 70 ആക്കിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് എക്സ്ട്രാ എന്ത് ചെയ്യണം, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഡയമെൻഷൻ, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ മോഡിഫൈ ചെയ്യണം. അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ ഡയമെൻഷനിൽ മാറ്റം വരുത്താൻ എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ടൊരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡിസൈൻ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ ഒരു ജനറൽ ഡിസൈൻ പ്രൊസീജിയർ. ഇത്രയും കാര്യങ്ങൾ ഡിസൈൻ പ്രൊസീജിയർ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്പെസിഫൈങ് പ്രോബ്ലമാണ്, സെലക്ഷൻ ഓഫ് പ്രോപ്പർ മെക്കാനിസം, അനലൈസ് ഓഫ് ഫോഴ്സ് ആണ്, മെറ്റീരിയൽ സെലക്ഷൻ ഉണ്ട്,
ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്, അതുപോലെ എന്താണ് കാൽക്കുലേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ, മോഡിഫൈ ആൻഡ് ഫൈനലൈസ് ഡയമെൻഷൻ, മേക്ക് ഡീറ്റെയിൽ ഡ്രോയിങ്. ഓക്കെ, കാര്യം ശ്രദ്ധിക്കട്ടെ. അടുത്തെന്താണ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഗവേണിംഗ് ദി ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. ഒരു മെഷീൻ ഡിസൈൻ ചെയ്യണം, എന്തൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ചുമ്മാ അതങ്ങ് ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുന്നതിന് കുറേ ഫാക്ടേഴ്സ് അവിടെ കൺസിഡർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ലോഡിങ്, ഏത് ടൈപ്പ് ലോഡിംഗ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ടൈപ്പ് ഓഫ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ലോഡിംഗ് ആണെന്നുള്ളത് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലോഡിംഗ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന മെഷീനിൽ വരാൻ പോകുന്നത് കൺസിഡർ ചെയ്യണം. അതുപോലെ എന്താണ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസും ഷേപ്പും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നമ്മളൊരു മെഷീൻ എലമെൻറ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലച്ചാണ് ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ ആ ക്ലച്ചിൻ്റെ സൈസും ഷേപ്പും എന്ത് ചെയ്യണം, ഗിയർ ബോക്സിൻ്റെ അടുത്ത് ഒതുങ്ങുന്ന രീതിയിലായിരിക്കണം. അല്ലാതെ വലിയ സൈസിലൊക്കെ ക്ലച്ച് ഡിസൈൻ ചെയ്ത് എന്താ, അതിനുള്ള സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എത്ര അതിൻ്റെ മെറ്റീരിയൽസിന് വേണ്ട പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ചില പെട്ടെന്ന് തുരുമ്പിടിക്കണമുണ്ടാവും, അതാകുമ്പോൾ എന്ത് ചെയ്ത് നമ്മൾ വണ്ടിയുടെ പുറത്തൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് ചില സൂര്യപ്രകാശം തട്ടാത്ത അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അത് കൂടി കൺസിഡർ ചെയ്യുക. എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ, നമ്മുടെ പരിസ്ഥിതിയുടെ അവസ്ഥ കൂടി കൺസിഡർ ചെയ്യണം. അതുപോലെ എന്താണ് ഏത് സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് വർക്കേഴ്സിൻ്റെ ഹ്യൂമൻ സേഫ്റ്റി എത്രത്തോളം ബാധിക്കും. കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത സാധനം നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കിയാൽ അത് അതിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരൻ അല്ലെങ്കിൽ ആ മെഷീൻ എലമെൻറ്റ് മെഷീൻ മേടിക്കാനുള്ള ആ ആളുകൾക്ക് താങ്ങാവുന്നതിലപ്പുറം ആവരുത് എന്ത് അതിൻ്റെ കോസ്റ്റ്. അതിൻ്റെ ലൈഫ് മാക്സിമം ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള ഫെസിലിറ്റീസും അതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ എന്ത് വേണം, നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മൾ മെഷീൻ എലമെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം സിമ്പിളാണ്. നമുക്ക് ആകെ ഷാഫ്റ്റിൻ്റെ പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണുള്ളൂ. പിന്നെ നമുക്ക് ബിയറിങ്ങും അതുപോലെ കപ്ലിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ പ്രോബ്ലം ഷുവറാണ്. അപ്പോൾ എല്ലാം കൂടി പഠിച്ച് നിങ്ങൾക്ക് ബിയറിങ്ങും കപ്ലിങ്ങും പഠിക്കേണ്ടവർക്ക് അത് പഠിക്കാം, ഷാഫ്റ്റ് എളുപ്പമായി തോന്നിയവർക്ക് എന്ത് ചെയ്യാവും പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ ഹോളോ ഷാഫ്റ്റ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡയാമീറ്റർ 125 mm and 50 mm is transmitting power at 100 rpm. Find the power transmitted by the shaft if the shear stress is not exceed 45 MPa. ഏത് പ്രോബ്ലം കിട്ടിയാലും ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് എന്ത് വേണം, നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റാസൊക്കെ എന്ത് ചെയ്യും, ഒന്ന് അടിയിലോട്ട് എടുത്ത് എഴുതാം. അങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 1/2 മാർക്കെങ്കിലും അവിടെ കിട്ടും. ഓക്കെ, ഗിവൺ ഡാറ്റാസ് എഴുതിയാൽ 1/2 മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള എന്താണ് ഹോളോ ഷാഫ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹോളോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ഒരു ഹോൾ ഉണ്ടാവും. അതാണ് ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോളോ ഷാഫ്റ്റിന് എന്താ പ്രത്യേകത, എന്താ ഒരു ഇൻസൈഡ് ഡയാമീറ്റർ ഉണ്ടായിരിക്കും. ഇത് ഇൻസൈഡ് ഡയാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് അതിൻ്റെ തന്നെ ഒരു ഔട്ട് സൈഡ് ഡയാമീറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെ ഒരു ഔട്ട് സൈഡ് ഉണ്ടാവും. DO ഉണ്ടാവും, അതുപോലെ DI ഉണ്ടാവും. ഇൻസൈഡ് ഡയമീറ്റർ ഔട്ട് സൈഡ് ഡയമീറ്റർ ഉണ്ടാവും എന്ത്, ഒരു ഹോളോ ഷാഫ്റ്റിന്. ഓക്കെ, ഹോളോ ഷാഫ്റ്റ് ഇൻസൈഡ് ഡയമീറ്റർ എത്രയാണ്, എക്സ്റ്റേണൽ ഡയമീറ്റർ 125 mm, DO എത്രയാണ് 125 mm ആണ്. അതുപോലെ എന്താണ് ഇൻറ്റേർണൽ ഡയമീറ്റർ DI എത്രയാണ് 50 mm ആണ്. ഓക്കെ, അപ്പോൾ DI കിട്ടി. ഈസ് ട്രാൻസ്മിറ്റിംഗ് പവർ അറ്റ് 100 rpm, 100 rpm എന്ത് ചെയ്യാണ്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. ഫൈൻ ദ 100 rpm പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫൈൻ ദ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ഷാഫ്റ്റ് ഇഫ് ദ ഷിയറിംഗ് സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 45 MPa. ഈ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഷാഫ്റ്റ് എത്ര ട്രാൻസ്മിറ്റ്, പവറിൻ്റെ ഇക്വേഷൻ എന്താ, പവറിൻ്റെ ഇക്വേഷൻ P = 2π/NT/60. പവറിൻ്റെ ഇക്വേഷൻ എന്താ, 2π/NT/60. 2 എന്താ നമുക്കറിയാം, പൈ നമുക്കറിയാം, N ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, 60 നമുക്കറിയാം. P കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കിവിടെ കിട്ടാത്ത വാല്യൂ ഏതാണ്, T ആണ്. T എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല. പക്ഷേ നമുക്ക് വേറെ സാധനം തന്നിട്ടുണ്ട്, ഷിയർ സ്ട്രെസ് വേണ്ട ടോ എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ട്. ഈ ടോ എന്ന് പറയുന്ന സാധനം ഒരു ഹിൻ്റാണ്. T കണ്ടുപിടിക്കാനുള്ള ഒരു ഹിൻ്റാണ് എന്ത്, ഈ ടോ എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ T കണ്ടുപിടിക്കുക, T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്, T = π/16. ഇതാ ഈ ഇക്വേഷൻ അല്ല, T = π/16 D03 × 1 - k⁴. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ P = 2π/NT/60. ഈ ഇക്വേഷന് നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. K = DI/DO. ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. ഇത്രയും ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് കണ്ടുപിടിക്കാം, π/16 D03 × 1 - k⁴. T = π അറിയാം, 16 അറിയാം, ടോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, T03 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, k⁴ നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കത് ഒരു ടോർക്ക് ന്യൂട്ടൺ MM കിട്ടും. എത്രയാണ്, 168,15,497.4 ന്യൂട്ടൺ MM ടോർക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ T എന്ത് ചെയ്യണം, നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് 2π/NT/60 അപ്ലൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം.
കഴിഞ്ഞു. അത് അപ്ലൈ ചെയ്യുക, പവർ കണ്ടുപിടിക്കുക, ആൻസർ ചെയ്താൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. ഈ ടി നേരെ അവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം. പവറിൻ്റെ ഇക്വേഷനിൽ അല്ലെങ്കിൽ പി സികൾ 2π×60 കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. പി സികൾ 2π×60 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ കിട്ടിയത് നമ്മൾ ടി π/16 .d0³ × 1 - 2 k⁴ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ടോർക്ക് ന്യൂട്ടൺ MM-ലാണ് എന്നുണ്ടെങ്കിൽ പി 2π×60 അപ്ലൈ ചെയ്യുമ്പോൾ ആ ടോർക്ക് എന്തിൽ മാറ്റണം, ന്യൂട്ടൺ മീറ്ററിലോട്ട് മാറ്റണം. അതാണ് ഇവിടെ മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ അത് മാറ്റാനും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിന്നിട്ട് ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഫൈനൽ ആൻസറിൻ്റെ ഒരു 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് കുറയും. ബാക്കി 6 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെപ്പിൻ്റെ 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ന്യൂട്ടൺ MM-നെ ന്യൂട്ടൺ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, 2π×60 നമുക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിസൈൻ എ റെക്ടാങ്കുലർ കീ ഫോർ എ ഷാഫ്റ്റ് ഓഫ് 45 mm diameter. The shearing and crushing stresses in the key are limited to 80 MPa and 240 MPa. ഫസ്റ്റ് മൊഡ്യൂളിലെ വേറെ ടോപ്പിക്കാണ് കീ എന്ന് പറയുന്ന ടോപ്പിക്. ഒരു കീയെ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയാമീറ്റർ, ഷാഫ്റ്റിൻ്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട് 45 mm. അതുപോലെ ഷിയറിംഗ് ആൻഡ് ക്രഷിംഗ് സ്ട്രെസ് തന്നിട്ടുണ്ട് എത്രയാണ്, 80 and 240. ഓക്കെ, ഇതിലും കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ബൈഹാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, അത് നമുക്ക് തന്ന വാല്യൂസ് എന്ത് ചെയ്യാം, അടിയിലോട്ട് എടുത്ത് തരാം. ഏതൊക്കെയാണ് തന്ന വാല്യൂസ്? ഡയാമീറ്റർ തന്നിട്ടുണ്ട് എത്രയാണ്, 45 mm. ഡയാമീറ്റർ 45 mm തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട് എത്രയാണ്, ഷിയറിംഗ് സ്ട്രെസ് എത്രയാണ്, 80 MPa തന്നിട്ടുണ്ട്. ഓക്കെ, ക്രഷിംഗ് സ്ട്രെസ് എത്രയാണ് തന്നിട്ടുണ്ട്, 240 MPa. ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളതാണ് വിഡ്ത്ത് കാണാൻ. നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ച് ഡയാമീറ്ററിൻ്റെ റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇപ്പോൾ ഒരു കീ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഇതാണ് ഒരു കീ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, അതിന് വിഡ്ത്തും അതുപോലെ തിക്നെസ്സൊക്കെ ഉണ്ടാവും. എന്തുണ്ടാവും, ഇവിടെ തിക്നെസ് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും, അതുപോലെ എന്തുണ്ടാവും, ലെങ്ത്ത് ഉണ്ടാവും. ഇത് ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് ഡിസൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം. ഈ ഡയാമീറ്ററിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വിഡ്ത്ത് കിട്ടും. അപ്പോൾ ഡയാമീറ്റർ 45/4 ആണ് എന്ത്, 11.25. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാൻഡേർഡ് റിലേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് ഈ 14 mm. ഓക്കെ, ഇനി അടുത്ത തിക്നെസ് ഓഫ് ദി കീ. തിക്നെസ് എന്താണ്, കിട്ടിയ ഡയാമീറ്ററിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് നമുക്ക് 7.5 കിട്ടും. അതുപോലെ നമുക്ക് എന്തിന് കൺവേർട്ട് ചെയ്യാം, 9 mm കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ഈ കീൻ്റെ വിഡ്ത്തും തിക്നെസ്സുമായി 14, 9 ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ഈ എല്ല് കാണാനാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, എല്ല് കാണാനുള്ള 2 ഇക്വേഷൻ ഇവിടെ ഉണ്ട്. എല്ല് എന്താണ്, ഇവിടെ ക്രഷിങ് സ്ട്രെസ്സും തന്നിട്ടുണ്ട്, അതുപോലെ എന്താണ് ഷിയറിംഗ് സ്ട്രെസ് എന്നാണ്. അപ്പോൾ എല്ല് കാണാൻ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ഈ കാണുന്ന LW τ/d/2 വെച്ചിട്ടും കാണാം, അതുപോലെ T/L/2 σc കണ്ടാ. ഇവിടെ നിന്ന് നമുക്കൊരു എല്ല് കിട്ടും, അതുപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു എല്ല് കിട്ടും. ഈ 2 ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. ഈ 2 സൈഡിൽ നമുക്കൊരു എല്ല് കിട്ടും. ഓക്കെ, അങ്ങനെ എല്ല് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, ഈ എല്ല് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്താ വേണ്ടത്, ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട്, ഈ കണ്ടില്ലേ. ആദ്യം എല്ല് കണ്ടുപിടിക്കാൻ എന്താണ്, ഇവിടെ ഈ കാണുന്ന ഈ T എന്ന വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെന്താണ്, ഒരു സോളിഡ് ഷാഫ്റ്റാണ്. അപ്പോൾ നമ്മൾ സോളിഡ് ഷാഫ്റ്റിൻ്റെ T കണ്ടുപിടിക്കുക. T = π/16 .d³ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, T കണ്ടുപിടിക്കാം. ആ ഹിൻ്റാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടോ വെച്ചിട്ട് എന്ത് ചെയ്യും, d³ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടോർക്ക് കണ്ടുപിടിച്ചു ന്യൂട്ടൺ MM-ൽ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ, T = LW τ/d/2 ഇത് ചെയ്യാം. അതിൽ നിന്ന് എന്ത് ചെയ്യാം, L എന്ന് പറയുന്ന വാല്യൂ, T നമ്മൾ കണ്ടുപിടിച്ചു, W നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ടോ ക്വസ്റ്റ്യനിൽ അറിയാം, D ക്വസ്റ്റ്യനിൽ അറിയാം. ഒക്കെ എന്താ അറിയാത്ത വാല്യൂ എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ മാത്സ് നമ്മൾ ചെയ്ത മാത്സ് പ്രകാരം എന്ത് ചെയ്യാം, നമ്മൾ 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതൊരു ഇൻറ്റു ചെയ്തും അങ്ങനെ പോലെ ഈസിക്കൽറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ മാറ്റുമ്പോൾ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്താണെങ്കിൽ ഡിവൈഡ് ആവും, ഡിവൈഡ് ചെയ്ത പ്ലസ് ആണെങ്കിൽ മൈനസ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലിൻ്റെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് ആക്കാം. എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്, L = 2T/W τ/d എന്ന് പറയുന്ന ഇക്വേഷനിലെത്തും. എല്ലാ വാല്യൂസും നമുക്ക് അറിയുന്നതാണ്. നമ്മൾ എല്ല് കണ്ടുപിടിച്ച് എല്ലാം എത്ര വരിക, 56.8 എന്ന് വരും. ഒരു കേസ് ആട്ടോ, ഒരു ഇക്വേഷൻ്റെ ഒരു കേസ് കഴിഞ്ഞിട്ടുള്ളൂ. ശരി, ഇനി അടുത്ത ക്രഷിങ് കൂടി കൺസിഡർ ചെയ്യാം. ക്രഷിങ്ങിനുള്ള ഇക്വേഷനാണ് എന്ത്, L = T/2 σc. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഷിയർ സ്ട്രെസ്സും ക്രഷിംഗ് സ്ട്രെസ്സും തന്നതുകൊണ്ടാണ് നമ്മൾ ഈ 2 ഇക്വേഷൻ ചെയ്തത്. ഇനി സപ്പോസ് നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ക്രഷിംഗ് സ്ട്രെസ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇക്വേഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് നമ്മൾ ഈ 2 ഇക്വേഷൻ എന്ത് ചെയ്യണം, ഒന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, L = T/2 T = L × T/2 σc d/2. ഇതിലെന്താ ചെയ്യുക, T നമ്മൾ കണ്ടുപിടിച്ചു, സ്മോൾ ലെറ്റർ T തിക്നെസ് നമുക്കറിയാം, σc അറിയാം, D അറിയാം. അറിയാത്ത വാല്യൂ വരെയുള്ള ഇവിടെയുള്ള L മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. അതിന് എന്ത് ചെയ്യാം, L കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് 2 L കിട്ടി, ഒന്ന് 56.8 കിട്ടി, ഒന്ന് 58.9 കിട്ടി. ഇതിൽ നിന്ന് ലാർജർ വലിയ ലെങ്ത്ത് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതാണ് എന്ത്, 58.9 എണ്ണം.
വലിയ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നു. ടേക്ക് ലെങ്ത് ഓഫ് എൽ ഈക്വൽ ടു 58.60 mm ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം വിഡ്ത്ത് എഴുതി, തിക്നെസ് എഴുതി, അതുപോലെ എന്ത് ചെയ്തു ലെങ്ത് എഴുതി. ഇത്രയേ ഉള്ളൂ എന്ത് ഒരു കീ ഡിസൈൻ ചെയ്യാൻ. ആ കാണാപ്പാടം പഠിക്കാൻ ഞാൻ മാർക്ക് ചെയ്ത ഇക്വേഷൻസ് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 160 mm ആൻഡ് ദി ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് 150 kW പവർ അറ്റ് 180 RPM. ഓക്കെ, ശ്രദ്ധിക്കുക, തന്ന വാല്യൂസ് നമുക്ക് ആദ്യം എഴുതാം. എന്താണ് ഡയാമീറ്റർ തന്നിട്ടുണ്ട്, എത്രയാണ് 160 mm. ഓക്കെ, പിന്നെ തന്നിട്ട് എന്താണ് 160 mm മതി. പിന്നെ 150 kW തന്നിട്ടുണ്ട്, എന്താണ് പവറാണ്. അതിനെന്ത് ചെയ്തു 150 kW നമ്മൾ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഒരു RPM തന്നിട്ടുണ്ട്, അതെന്താണ് 180 RPM ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിന് ചോദിച്ചതാണ്. നമുക്ക് എന്താണ് ഇവിടെ പവർ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ടോ കണ്ടുപിടിക്കാൻ, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ടോ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ചാപ്റ്ററിൽ ഷാഫ്റ്റിൻ്റെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള 2 ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടി കാണാനുള്ള ഇക്വേഷൻ π/16 ഡോ d0 π/16 ഡോ d3 ടി കാണാനുള്ളത്. ഇനി ഇത് എന്താണ്, ഇത് സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസാണ്, ഇത് സോളിഡ് ഷാഫ്റ്റാണ്. ഇത് ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ എന്താ വരിക, ടി ഈക്വൽ ടു π/16 ഡോ d0³ ഇൻറ്റു 1 - k⁴. ഈ 2 ഇക്വേഷനാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മെയിനായിട്ട്. ഓക്കെ, ഒന്ന് സോളിഡ് ഷാഫ്റ്റാണ്, രണ്ടാമത്തേത് ഹോളോ ഷാഫ്റ്റാണ്. വേറൊരു ഇക്വേഷനും കൂടി ഇതിലോട്ട് കടന്നു വരും. ആരാണത്, P = 2π/NT/60. ഈ ഇക്വേഷനും കൂടി എന്ത് ചെയ്യും, ഇതിലോട്ട് കടന്നു വരും. ഈ 3 ഇക്വേഷനും പഠിച്ചാൽ ഷാഫ്റ്റിൻ്റെ ഇക്വേഷനൊക്കെ പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ആകെ ഈ 3 ഇക്വേഷൻ മാത്രം അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എന്താണ് പറഞ്ഞുള്ളത്, ഷിയർ സ്ട്രെസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ സ്ട്രെസ് കാണാൻ. ഷിയർ സ്ട്രെസ് എവിടെയൊക്കെ എടുക്കുന്നത്, ഷിയർ സ്ട്രെസ് കണ്ടില്ല, T = π/16 ഡോ d³ ഷിയർ സ്ട്രെസ് എടുക്കുന്നത്. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഈ കാണുന്ന ടി കണ്ടുപിടിക്കണം. ഈ ടി എവിടെ എടുക്കുന്നത്, P = 2π/NT/60 എന്ത് എടുക്കുന്നത്, ടി എടുക്കുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി പ്രോബ്ലത്തിലൂടെ കറക്റ്റ് പോയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, തന്ന വാല്യൂസൊക്കെ എഴുതി ആദ്യം എന്ത് ചെയ്തു, പവറിൻ്റെ ഇക്വേഷൻ P = 2π/NT/60 ഞാൻ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞ ഇക്വേഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. P = 2π/NT/60. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, P ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 2 അറിയാം, പൈ അറിയാം, എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 60 അറിയാം. ഓക്കെ, നമുക്കറിയാത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ കിടക്കുന്നത്, ഈ ഒളിച്ചിരിക്കുന്ന ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ടീൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, പഴയ മാത്സ് എന്ത് ചെയ്യുക, ഈ 60 ഇങ്ങോട്ട് പോകും. P × 60 = എന്ത് വരും, 2π/NT. P × 60 = 2π/NT. ഇനി ടീനെ അവിടെ നിർത്തിയാൽ എന്ത് ചെയ്യുക, ഈ 2πn അടിക്ക് വരും. അപ്പോൾ P × 60 = എന്ത് വരും, 2πn എന്ന് വരും. P × 60 60/2πn = എന്ത് വരും, T എന്ന് വരും. ഇങ്ങനെയാണ് മറ്റേ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മാത്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, P × 60 P = എന്ത് വരും, 2πn എന്ന് വരും. ഓക്കെ, അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടി കണ്ടുപിടിക്കാം. ടി ഇവിടെ കിട്ടുന്ന ടി എന്തായിരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നോക്കുക. നമ്മൾ പറഞ്ഞു P = 2π/NT/60 ഉണ്ടല്ലോ, P = 2π/NT/60. ഇതിൽ നിന്ന് കിട്ടുന്ന ടിയും ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ടിയും ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക, PM AM PMൻ്റെ PM ഉണ്ടല്ലോ, PM എന്ന് ചിന്തിക്കുക. അപ്പോൾ പിയിൽ അപ്ലൈ ചെയ്യേണ്ട ടി എപ്പോഴും എന്തായിരിക്കും, ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അതുപോലെ എന്താണ് T = π/16 ഡോ d³ ഇല്ലേ, അതുപോലെ P = ഡോ d³. അതുപോലെ ഹോളോ ഷാഫ്റ്റിൻ്റെ d0³ × 1 - k⁴. അവിടെ അപ്ലൈ ചെയ്യേണ്ട ടി എന്ന് പറയുന്നത് ഏതിലായിരിക്കണം, ന്യൂട്ടൺ MM-ലായിരിക്കണം. ഓക്കെ, ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി കൺഫ്യൂഷൻ. ഇനിയിപ്പോൾ വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ വെച്ച് ചെയ്യാം. ഫൈനൽ ആൻസറിൻ്റെ 1/2 മാർക്ക് കുറയുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നോക്കാം, ഇവിടെ കിട്ടിയത് ന്യൂട്ടൺ മീറ്ററിലാണ്. കാരണം അത് P = 2π/NT/60 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഇവിടുത്തെ ടി കണ്ടുപിടിച്ചത്. ഓക്കെ, ആ ന്യൂട്ടൺ മീറ്റർ കിട്ടിയ ടി നമ്മൾ എന്ത് ചെയ്തു, ന്യൂട്ടൺ MM-ലോട്ട് കൺവേർട്ട് ചെയ്തു. ന്യൂട്ടൺ MM-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നേരെ എവിടെ അപ്ലൈ ചെയ്തു, ഇവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്തു. ഇവിടെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്തു. ഇവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്താൽ എന്തായി, ഇവിടെ പൊക്കായി. ഇവിടെ ഇപ്പോൾ എന്തായി, നമുക്ക് ഈ കിട്ടിയ വാല്യൂസൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യം എന്താ, നമുക്ക് T ആയി, പൈ ആയി, 16 ആയി, d³ ആയി. പിന്നെ ടോല കാണാനുള്ളത്, ആ ടോ കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അറേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും, ടോ = 16T/πd³. എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള ഡൗട്ടുള്ളവരും ശ്രദ്ധിക്കുക. അറേഞ്ച് ചെയ്യുക എങ്ങനെയാണ്, ടോനെങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കുക, ഈ 16നെ ആദ്യം ടി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 16 × T = എന്ത് വരും, പൈ × ടോ × d³ വരും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ടോയല്ലേ, ആ ടോനെ അവിടെ നിർത്തുക. ഓക്കെ, അപ്പോൾ 16T / πd³ എന്ന് പറയുന്നത് ആരായിരിക്കും, ടോക്ക് തുല്യമായിരിക്കും. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യട്ടോ, അതാണ് ഇവിടെ 16T/d³. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കവിടെ ക്രിയേറ്റ് ചെയ്ത ഷിയർ സ്ട്രെസ് കിട്ടും. എത്രയാണ് ഷിയർ സ്ട്രെസ്? 9.89 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ഇക്വേഷൻ ഇവിടെ ബൈ ഹാർട്ട് ചെയ്യേണ്ട 3 ഇക്വേഷൻ ഏതൊക്കെയാണ്? ഈ ഇക്വേഷൻ നമ്മൾ കാണാപ്പാടം പഠിക്കണം, അതുപോലെ ഈ ഇക്വേഷനും കാണാപ്പാടം പഠിക്കണം. ഓക്കെ, പോളോ ഷാഫ്റ്റ് ആകുമ്പോൾ എന്ത് വരും? നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ അത് സെയിം വരും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ നമുക്ക് ഈ സെക്ഷനിൽ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത്, എ ഷാഫ്റ്റ് റൺ അറ്റ് 400 RPM ഡ്രൈവ്സ് അനദർ ഷാഫ്റ്റ് 600 RPM ത്രൂ എ ബെൽറ്റ് ഡ്രൈവ്. ദ ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവിംഗ് പുള്ളി ഈസ് 600 mm. ഡിറ്റർമൈൻ ദി ഡയമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി ഓഫ് ഫോളോയിങ് കേസസ്. ഓക്കെ, ബെൽറ്റാണ് കേട്ടോ, ബെൽറ്റിൻ്റെ സെക്ഷനാണ്. ഓക്കെ, ബെൽറ്റിൻ്റെ സെക്ഷനിൽ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡയാമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡ്രൈവിംഗ് പുള്ളിയുടെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ഡ്രിവൺ പുള്ളിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് തന്ന വാല്യൂസ് എഴുതാം. ഇവിടെ 4 കേസാണുള്ളത്. ഇതാണ് ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്, തേർഡ് കേസ്, ഫോർത്ത് കേസ്. ഓക്കെ, 4 കേസാണുള്ളത്. സ്പീഡ് ഓഫ് ദി ഡ്രൈവിംഗ് ഷാഫ്റ്റ്, ഷാഫ്റ്റ് റൺ അറ്റ് 400 RPM ആൻഡ് ഡ്രൈവ്സ് അനദർ ഷാഫ്റ്റ് 600 RPM. അപ്പോൾ സ്പീഡ് ഓഫ് ഡ്രൈവിംഗ് ഏതാണ്? കറങ്ങുന്ന ഷാഫ്റ്റ് ഏതാണ്? 400 RPM. 400 RPM കറങ്ങുന്ന ഷാഫ്റ്റ് ആരെ കറക്കുന്നത്? 600 RPM ഉള്ള മറ്റൊരു ഷാഫ്റ്റിനെ കറക്കുകയാണ്. അപ്പോൾ കറങ്ങുന്ന, നമ്മൾ സൈക്കിൾ ചവിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാലിട്ട് ചവിട്ടണ സ്പ്രോക്കറ്റ് ഇല്ലേ, അതെന്താണ്? ഡ്രൈവിംഗ് ആണ്. അങ്ങനെ നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ അത് ബാക്കിലത്തെ ചെറിയ വീലിനെയും കറക്കുന്നത് എന്താണ്? ഡ്രിവണാണ്, ബാക്കിലത്തെ ചെറിയ വീല്. അപ്പോൾ ഇവിടെ 400 RPM കറങ്ങുന്നത് ആരാണ്? ഡ്രൈവിംഗ് ഷാഫ്റ്റാണ്. അതാണ് N1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈവിംഗ് ഷാഫ്റ്റ് N1 ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പുള്ളി എന്തായിരിക്കും? D1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഡ്രിവൺ ഷാഫ്റ്റ് എന്താണ്? 600 mm ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിറ്റർമൈൻ ദി ഡയാമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി ഇൻ ദി ഫോളോയിങ് കേസസ്. എന്താണ്? താഴെ പറയുന്ന കേസുകളിലുള്ള ഡയാമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കേസ് ഒന്ന് നോക്കിക്കുക, നെഗ്ലക്റ്റിംഗ് ബെൽറ്റ് തിക്നെസ്. ബെൽറ്റ് തിക്നെസ് കൺസിഡർ ചെയ്യാതെ, നിങ്ങളോട് എന്താ പറയുക? ബെൽറ്റ് തിക്നെസ് കൺസിഡർ ചെയ്യാതെ ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ കാണാൻ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം? ബെൽറ്റ് തിക്നെസ് ഒന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. N2/N1 = D1/D2. അതെന്ത് ചെയ്യും? N2/N1 നമുക്ക് സസ്റ്റൈൻ തന്നിട്ടുണ്ട്. N2/N1 എത്ര വരിക? 600 N2 എത്രയാണ്? 600/400 D1 എത്രയാണ്? 600/D2 എന്ന് വരും. ഈ D2 നമുക്കറിയില്ല. എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മാത്സിൽ പഠിച്ചാൽ നമ്മൾ D2 ഇതാ, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, D2 × 600 = എന്ത് വരും? D2 × 600 എന്ത് വരും? 600 × 400. ഓക്കെ, D2 എങ്ങനെ വേണം? D2 എന്ത് വരും? 600 × 400. ഈ 600 അടി കൊണ്ടുപോകുക. ഓക്കെ, 600 എന്ന് വരും. 600 × 400/600. ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഡയാമീറ്റർ കിട്ടും. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ബെൽറ്റിൻ്റെ തിക്നെസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ബെൽറ്റിൻ്റെ തിക്നെസ് ഒന്നും കൺസിഡർ ചെയ്യാതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കി നോക്കാം. രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്? ടേക്കിംഗ് ബെൽറ്റ് തിക്നെസ് T ആസ് 5 mm. ബെൽറ്റ് തിക്നെസ് എത്ര mm എടുക്കണം? 5 mm ആക്കി എടുത്തിട്ടുള്ള എന്ത് കാണാൻ? ബെൽറ്റ് തിക്നെസ് 5 mm എടുത്തിട്ടുള്ള എന്ത് കാണാൻ? ഡയാമീറ്റർ ഓഫ് ഡ്രിവൺ പുള്ളി കാണാൻ. ഓക്കെ, ഇവിടെ കാണാപ്പാടം പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. N2/N1 = D1/T + D2/T. N2/N1 എത്രയാണ്? N2 600, അതുപോലെ N1 എത്രയാണ്? 400. ഓക്കെ, D1 + T എത്ര വരും? 605. നമ്മൾ ചെയ്ത് കാണിച്ചു തരാം. 600/400 എന്ത് വരും? D1 + T എത്രയാണ്? 605. 605/D2 + 5 എന്ന് വരും. T എത്രയാണ്? 5 mm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടില്ല? 5 mm പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഷോർട്ടാക്കാം. 600 ഇങ്ങനെ തരാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എത്രയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ? 600 × D2 + 5. 600 × D2 + 5 = എന്ത് വരും? 605 × 400 എന്ന് വരും. ഓക്കെ, ഇനി D2 + 5 എങ്ങനെയാണ്? D2 + 5 = എന്ത് വരും? 605 × 400 / എന്ത് വരും? 600 എന്ന് വരും. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ കാൽക്കുലേറ്റർ വാല്യൂ അടിച്ചാൽ കിട്ടും കേട്ടോ. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? D2 കാണാം. D2 എന്ത് ചെയ്യും? ഈ കിട്ടിയ വാല്യൂനിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് മൈനസ് ചെയ്താൽ എന്ത് വരും? നമുക്ക് D2 കിട്ടും. മാത്സ് നമ്മൾ പഴയ മാത്സ് പഠിച്ചിട്ടുണ്ടാവും, സെയിമാണ്. ഇതൊക്കെ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലത്തിൽ ആ വാല്യൂ സോൾവ് ചെയ്തിട്ടുണ്ട് ബുക്കിൽ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്യുക? ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇക്വേഷൻ അടിക്കുക. D2 = D1 + T × N1/N2 - T. നമ്മൾ -5 ഉണ്ടല്ല, എന്താണ് -T എന്ന് പറയുന്നത്? അത് കിട്ടി നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അടുത്തത് എന്താണ്? അസ്യൂമിങ് ഫോർ കേസ് 1 ടോട്ടൽ സ്ലിപ്പ് ഓഫ് 5%. കേസ് 1 ഏതാണ്? കേസ് 1 എന്ന് പറയുന്നത് ഇതാണ് കേസ് 1. ഓക്കെ, ഈ കേസ് 1 എന്താണ്? സ്ലിപ്പ് കൊടുത്തിട്ടുള്ളത് കേസ്. അപ്പോൾ സ്ലിപ്പ് വന്നാലുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? N2/N1 = D1/D2 × 1 - S/100. അതാണ് എന്ത്? സ്ലിപ്പ് വന്നാലുള്ള കേസ്. അപ്പോൾ D2 എന്ത് വരും?
ഇത് എന്താ പറഞ്ഞാൽ 1 മൈനസ് എസ്, ഇതൊക്കെ ആദ്യം എന്താ നമുക്ക് സോൾവ് ചെയ്ത് വെക്കാം. എന്താണ് ഈ 1 മൈനസ് എസ് ബൈ 100 എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, ഈ 1 മൈനസ് എസ് ബൈ 100 നമുക്ക് ആദ്യം സോൾവ് ചെയ്ത് വെക്കാം. അങ്ങനെ 1 മൈനസ് 5 ബൈ 100 എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ആദ്യം എക്സ് എത്രയാണ് 5% പറഞ്ഞിട്ടുണ്ട്, സോൾവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യാം, N2 ബൈ N1 എത്രയാണ്, N2 എത്രയാണ് 600, N1 400, 600 ബൈ 400 എന്നൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ വെച്ചിട്ട് dt = d1 × 1 മൈനസ് എസ് ബൈ 100 × N1 ബൈ N2, അവസാനം വാല്യൂ എത്ര കിട്ടും, 380 എം. ഓക്കെ, ലാസ്റ്റ് കേസാണ് എന്ത്, അസ്യൂമിങ് എ സ്ലിപ്പ് ഓഫ് 2.5% ഓൺ ഈച്ച് പുള്ളി. ഈച്ച് പുള്ളിയിൽ സ്ലിപ്പ് എത്രയാണ്, 2.5% ആണ്. അതെന്ത് ചെയ്യാം, ഈച്ച് പുള്ളിയിൽ കൺസിഡർ ചെയ്തത്. അപ്പോൾ ടോട്ടൽ സ്ലിപ്പ് എത്ര വരിക, S1 + S2 5% തന്നെ വരിക. ഓക്കെ, ഇവിടെ എന്താണ് കേസ് 2നായിട്ട് കമ്പയർ ചെയ്യണം പറയുന്നത്. അപ്പോൾ കേസ് 2ൽ എന്ത് പറഞ്ഞിട്ട് തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിക്നെസ്സും കൂടി ഇവിടെ എക്സ്ട്രാ വരും. അപ്പോൾ d2 എന്താ കാണുക, d2 = എങ്ങനെ വരിക, ഈ ഇക്വേഷൻ വരും d1 + t × 1 മൈനസ് എസ് ബൈ 100 × N1 ബൈ N2 മൈനസ് ലാസ്റ്റ് എന്ത് വരും, ടി എന്ന് വരും. ചെയ്താൽ എന്ത് വരും, നമുക്കിവിടെ ലാസ്റ്റ് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ 4 കേസിൽ നമുക്ക് 4 ബെൽറ്റിൻ്റെ 4 ഡ്രിവൺ പുള്ളി, 4 കേസിൽ 4 ഡയമീറ്റർ ആവും കിട്ടുക. ലാസ്റ്റ് അടിയിലോട്ട് എഴുതിയെടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഫൈനൽ ആൻസറായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ എന്താണ്, 2 പാരലൽ ഷാഫ്റ്റ് 5 meters apart are provided with pulleys 500 mm and 750 mm in diameter. Find the length of belt. ഒരു ബെൽറ്റിൻ്റെ ലെങ്ത്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു ബെൽറ്റിൻ്റെ ലെങ്ത്ത് കാണാൻ നമുക്ക് തന്ന വാല്യൂസ് ചെയ്താൽ എന്താണ്, 2 പാരലൽ ഷാഫ്റ്റ് ആർ 5 meters apart, 5 മീറ്റർ അപ്പാർട്ടാണ്. അതാണ് ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇതൊരു ബെൽറ്റ് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് കാണും. ഓക്കെ, അതുപോലെ ഡിസ്റ്റൻസ് എത്രയാണ്, 5 മീറ്ററാണ്. അതുപോലെ എന്താണ് സ്മോളർ ഡയമീറ്റർ, ഇതിൽ ചെറുത് ഏതാണ്, ചെറുത് ഇതാണെന്ന് വിചാരിക്കുക, 500 mm ആണെന്നുണ്ടെങ്കിൽ വലുതിൻ്റെ എത്രയാണ്, 750. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം എന്താണ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം ക്വസ്റ്റ്യന് തന്ന വാല്യൂസൊക്കെ എഴുതി. ഓക്കെ, ചിലപ്പോൾ ഈ ഫോർ ടേണിങ് 2 ഷാഫ്റ്റ് സെയിം ഡയറക്ഷനിൽ കറങ്ങുന്ന ഷാഫ്റ്റ് ഏതാണ്, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണ് കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആണ്. എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, 2 ഫോർ ടേണിങ് 2 ഷാഫ്റ്റ് ഇൻ സെയിം ഡയറക്ഷൻ ഫോർ ടേണിങ് 2 ഷാഫ്റ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ടേണിങ് ചെയ്യുന്ന ഷാഫ്റ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ലെങ്ത്ത്. അങ്ങനെ കറങ്ങുന്ന ആ ഷാഫ്റ്റിന് വേണ്ട ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കാം, ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് സെയിം ഡയറക്ഷൻ ആണ്. അവിടെ എന്താ വരിക, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ കാണാപ്പാടം ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്, LO = π/2 d2 + d1 + 2c + d2 - d1 2 / 4c. ഈ d2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, d1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 2c ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, d2 ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ നമ്മൾ പറയുന്നത്, ഇതൊക്കെ ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഇതെന്താണ്, ഓപ്പൺ ബെൽറ്റാണ്. ഓക്കെ, ഓപ്പൺ ബെൽറ്റിൻ്റെ ഇക്വേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിലോട്ട് പോയേക്കാം. ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവിൽ എന്താണ്, നിങ്ങൾ ഈ ഇക്വേഷൻ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഇക്വേഷൻ കാണപ്പെടാൻ പഠിച്ചാൽ എന്ത് ചെയ്താൽ മതി, ഈ മൈനസ് ഉള്ളത്, ഈ ഭാഗത്ത് മൈനസ് ഉള്ളത് എന്തായാലും ക്രോസ് ബെൽറ്റിക്ക് വരുമ്പോൾ എന്തായാലും പ്ലസ് ആയി മാറും. വേറൊരു മാറ്റവും ഇല്ല. ഇത് കാണപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലോ ഓപ്പൺ ബെൽറ്റിൻ്റെ എന്ത് ചെയ്യും, ക്രോസ് ബെൽറ്റിക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിയാൽ 5/2 × d2 + d1 + 2c + d2 + d1 2 / 4c. എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുക, അവസാനം നമുക്ക് എന്ത് ചെയ്യും, വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യണം, കാണാപ്പാടം പഠിക്കാം. അടുത്ത ക്ലച്ചിൻ്റെ ഒരു പ്രോബ്ലമാണ്. ക്ലച്ചിൻ്റെ പ്രോബ്ലം എന്താണ്, എ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് വിത്ത് ബോത്ത് സൈഡ് എഫക്റ്റീവ് ആസ് ഔട്ടർ ആൻഡ് ഇന്നർ ഡയമീറ്റർ 300 and 200 mm റെസ്പെക്റ്റീവ്ലി. ദി മാക്സിമം intensity of pressure at any point in the contact surface is not to exceed 0.1 Nm/m². If the coefficient of friction is 0.3, determine the power transmitted by clutch at 2. ക്ലച്ചിൻ്റെ പ്രോബ്ലം കുറച്ച് ടഫാണ് ഇതിൽ. പക്ഷേ ഞാൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിലിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ സിമ്പിളാണ്. പക്ഷേ ക്ലച്ച് പൊതുവെ എന്താണ് കുറച്ച് ടൈറ്റുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അത് കുറച്ച് ഇക്വേഷൻസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യാണ്ടാവും. അത് കാണാപ്പാടം പഠിച്ചാൽ നമുക്ക് സിമ്പിളായിരിക്കും. ഇവിടെ തന്നിട്ടുള്ള ഗിവൺ ഡാറ്റാസ് ഏതൊക്കെയാണ്, ഇന്നർ ആൻഡ് ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതാണ് 300 mm 200 mm. ഓക്കെ, ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഔട്ടർ ഇതെന്താണ് R2. ഓക്കെ, D1 അല്ലെങ്കിൽ D2 എന്ന് എഴുതാം. പക്ഷേ എന്താണ് D1 തന്നിട്ടുണ്ട്, അതുപോലെ എന്താണ് D2 തന്നിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ഇൻറ്റൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് കോൺസെപ്റ്റ് നോട്ട് എക്സ്, മാക്സിമം ഇൻറ്റൻസിറ്റി പ്രഷർ സ്മോൾ p തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രിക്ഷൻ മ്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഡിറ്റർമൈൻ ദി പവർ ട്രാൻസ്മിറ്റഡ് ബൈ ക്ലച്ച് അറ്റ് സ്പീഡ് n തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്താ വേണ്ടത്, ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ P × R2 = C എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ C കണ്ടുപിടിക്കുക എങ്ങനെ, C എന്ന് പറഞ്ഞാൽ എന്താണ്,
യൂണിഫോം വിയർ ഒരു കോൺസ്റ്റൻറ്റ് സി എസ് കൾ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഈസ് ദി മാക്സിമം അറ്റ് ഇന്നർ റേഡിയസിൽ മാക്സിമം ആയിരിക്കും. അപ്പോൾ പി ഇൻറ്റു ആർ ടു ഈസുകളുടെ എന്തായി സി എ വരിക. അപ്പോൾ സി എങ്ങനെ കണ്ടുപിടിക്കാം? പി ഇൻറ്റു ആർ ടു, പി നമുക്ക് ഇത് ക്വസ്റ്റിൽ വന്നിട്ടുണ്ട് 0.1, പി ക്വസ്റ്റിൽ വന്നിട്ടുണ്ട് 0.1. ആർ ടു അറിയാം, ഡി ടു 200 ആണെങ്കിൽ ആർ ടു എത്രയായി വരിക? 100 വരും. അപ്പോൾ പി ഇൻറ്റു സി ആർ ടു ഈസുകളുടെ സി എന്ന് വരും. അപ്പോൾ സി എങ്ങനെ കണ്ടുപിടിക്കാം? സി ഈസുകളുടെ എന്താ വരിക? 0.1 ഇൻറ്റു 100 എന്ന് വരും. 0.1 ഇൻറ്റു 100 ഈസുകൾ 10 Nm/mm എന്ന് വരും. ഓക്കെ. ഇനി അടുത്തത് ആക്ച്വൽ ത്രസ്റ്റ് ഡബ്ല്യു എങ്ങനെ കണ്ടുപിടിക്കുക? 2πc ഇൻറ്റു R1 - R2. ഈ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യണം, അതുപോലെ ആക്ച്വൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ. 2πc ഇൻറ്റു R1 - R2 ഇതൊക്കെ ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. 2 എത്രയാണെന്ന് അറിയാം, പൈ എത്ര അറിയാം, സി നമ്മൾ കണ്ടുപിടിച്ചു. R1 - R2 എത്രയാണ്? 150 - 100 എന്ന് വരും. കാരണം 300ൻ്റെ പകുതി 150, 200ൻ്റെ പകുതി 100. അത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഡബ്ല്യുവും കിട്ടും. ഇപ്പോൾ എത്രയായി? സിയും കിട്ടി, ഡബ്ല്യുവും കിട്ടി. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത സെക്ഷനിൽ വേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ, മീൻ റേഡിയസ് വേണം. മീൻ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ എങ്ങനെയാണ്? സ്മോൾ ലെറ്റർ R1 പ്ലസ് R2/2. അപ്പോൾ 150 + 100/2 എന്ന് വരും. ഇസ്കളുടെ 125 mm ആണ് അതിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇനിയാണ് നമുക്ക് ടി കണ്ടുപിടിക്കാനുള്ളത്. ടി കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒക്കെ നമുക്കറിയാം, N/μ/W/R. ഈ എൻ എന്ന് പറയുന്നത് എങ്ങനെ 2 ആയി എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അത് ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം. സിംഗിൾ പ്ലേറ്റ് ഇത് ബോത്ത് സൈഡ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. ബോത്ത് സൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? N=2 എന്നിട്ട് വരിക. 2 സൈഡും ക്ലച്ച് പ്ലേറ്റിന് 2 സൈഡ് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ N=2. അപ്പോൾ 1 സൈഡ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത്? N=1 വരും. അപ്പോൾ T എന്ത് വരും? N/μ/W/R എന്നാണ്. N അറിയാം, മ്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, W നമ്മൾ കണ്ടുപിടിച്ചു, R കണ്ടുപിടിച്ചു. അത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ന്യൂട്ടൺ മീറ്ററിൽ എന്ത് ചെയ്യും? അവിടെ കിട്ടിയ ടോർക്ക് കിട്ടും. അതാണ് 235.65 Nm. ഓക്കെ. ഇനി എന്താണ് അടുത്തത്? ടോർക്ക് കണ്ടുപിടിക്കാൻ, അല്ല പവർ കണ്ടുപിടിക്കാനാണ്. പി എങ്ങനെയാണ് പവർ എങ്ങനെ കണ്ടുപിടിക്കുക? 2π/NT/60 എന്ന് പറയും. 2 അറിയാം, പൈ അറിയാം, N അറിയാം, T നമ്മൾ കണ്ടുപിടിച്ചു, 16 അറിയാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 61.693 വാട്ട് കിട്ടും. ഓക്കെ. ഇങ്ങനെ ചെയ്താൽ മതി പവറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട്. ഇത് എന്താണ്? ഈ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2πn/60 ആണ്. അതിന് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഒക്കെ കാണുന്നത് സെയിം ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്താലും കുഴപ്പമില്ല. ഒമേഗ അങ്ങനെ ചെയ്യുമ്പോൾ 2πn/60 സെപ്പറേറ്റ് കാണണം. ഇതാകുമ്പോൾ എന്ത് ഒക്കെ ഓക്കെ. അടുത്തെന്താണ്? ക്യാമിൻ്റെ സെക്ഷനിലോട്ട് പോവാണ്. ക്യാമിൻ്റെ സെക്ഷനിൽ 6 ക്യാം ടെർമിനോളജി ഒരു സ്കെച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏതെങ്കിലും 6 ക്യാം ടെർമിനോളജി. അപ്പോൾ ഇതാണ് ക്യാമിൻ്റെ ടെർമിനോളജി. എന്താ പറയുക? ക്യാം ഷാഫ്റ്റ്, ക്യാം 4th മൊഡ്യൂളാണ്. ക്യാമിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ക്യാം ഷാഫ്റ്റ്, പിച്ച് സർക്കിൾ. ക്യാം ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, പിച്ച് സർക്കിൾ ഉണ്ടാകും, ഒരു ഇമാജിനറി സർക്കിൾ ആയിരിക്കും. പിന്നെ ഒരു ബേസ് സർക്കിൾ ഉണ്ടായിരിക്കും, പിച്ച് പോയിൻറ്റ്, ക്യാം പ്രൊഫൈൽ ഉണ്ടായിരിക്കും, പിച്ച് പോയിൻറ്റ്, ട്രേസ് പോയിൻറ്റ്, പ്രൈം സർക്കിൾ. ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും 6 പോയിൻറ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾ ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാം പ്രൊഫൈലിൻ്റെ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാം പ്രൊഫൈലിൻ്റെ ഡ്രോയിങ് ആണ്. 4th മൊഡ്യൂളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്ത്? ക്യാം പ്രൊഫൈലിൻ്റെ ഡ്രോയിങ്. അപ്പോൾ ഈ ക്യാം പ്രൊഫൈലിൻ്റെ ഡ്രോയിങ് മാത്രമായിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല. അത് ഞാൻ പാർട്ട് 4 ആയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ എന്ത് ചെയ്യും? ഞാൻ ഈ ചാനലിൽ ആഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.